ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ ചെയ്യുന്നത്? ഇന്ന് ഞങ്ങൾ 3 ചക്ക ഇട്ടു. വിളവെടുപ്പ് ചക്കയാണ് കാണിക്കുക. ഇനി ഇവിടെ കിളച്ച് പയറ് കുത്തിട്ട് ഇച്ചിരി വലുതായി വരുന്നുണ്ട്. ഇവിടെ നടന്നു കിളച്ച് ഡോളോമൈറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. സ്യൂഡോമോണസ് അല്ല, സോറി, തെറ്റ് പറ്റി. ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കണം. ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കും. കിളച്ച് സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കും. ഡോളോമൈറ്റ് പൈപ്പൊന്നും ഇതിനകത്തൊന്നും വെട്ടിയ ഏക്കത്തൊന്നും മാറി ആന വെട്ടിയൊന്നും പൈപ്പൊന്നും കിട്ടും. എത്ര പേരുണ്ടോ എന്നോട്? നോക്കട്ടെ, നോക്കാം. 3 ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ, മാർച്ചും കല്ലും കട്ടെ. ഗൈസ്, ഒരു ചക്ക ഇടാൻ പാടുന്ന പാട് എൻ്റെ അമ്മോ. ഇങ്ങോ അവിടെ ഒന്നും അല്ല. എക്കാലം കൊണ്ട് പോകുന്നില്ല. ഇങ്ങോട്ടോ നോക്കാം. ഇറങ്ങ്. നിങ്ങൾ കേറാൻ പോന്നോ? ഇറങ്ങ്. കേറണ്ട. നീ ഇറങ്ങാൻ. എവിടെ കയറാം? ഇവിടെ കേറാൻ പോണോ? അവിടെ കയറി. അവിടെ കേറിയാ കാണത്തുമില്ല. നിങ്ങൾ കേറണ്ട വെറുതെ. ഞാൻ കയറിക്കോളാം, ഐഡിയ ഉണ്ട്. ഇറങ്ങി. ഈ ഒരു ചക്ക ഇടണം ഗൈസ്, എന്ത് പാടാണ്. നോക്കട്ടെ, നീ ഇത് പിടി. അപ്പുറത്ത് പോയി കൊടുത്തില്ല. അല്ല, ഇവിടെ നിന്നോട്ട് നിങ്ങൾ കൊളുത്തിയിട്ട് എൻ്റെ കയ്യിലോട്ട് വരാമെങ്കിൽ. ഇല്ല, അവിടെ അങ്ങും ഇല്ല. അവിടെയൊന്നും അല്ല. അതിൻ്റെയൊക്കെ അപ്പുറം. ഇനി അങ്ങോട്ട് ഇനി താത്തേ ഇല്ല. അതിൻ്റെ ഒരു കമ്പ് തടസ്സം പണ്ടാരടങ്ങനെ നേരം. അതിലല്ല കുളിച്ചിരിക്കുന്നു. അയ്യോ, എനിക്ക് വയറ് കിടക്കുന്ന കേട്ടോ. ഇവിടുന്ന് എത്തുകയല്ലെന്ന് എനിക്ക് അല്ലേ. അല്ല, ഇവിടുന്ന് കാണാം, പക്ഷേ ഇവിടുന്ന് എത്തുകയല്ല. അതിൻ്റെ പുറത്ത്
അയ്യോ അതിൻ്റെ പുറത്ത് കയറണ്ട. അതിൻ്റെ പുറത്തല്ലേ, അതിൻ്റെ തെങ്ങ് മരത്തിൻ്റെ പുറത്ത് കയറുന്നു. അത് ഇച്ചിരി അകത്തിയിട്ട് കയറ്റിയിടണം. ഇല്ല ഇപ്പുറത്തൂടെ കൊണ്ടുപോവാ. ഇച്ചിരിയും കൂടെ കുറച്ചും കൂടെ അങ്ങോട്ട്. കുറച്ചും കൂടെ അതിൻ്റെ താഴോട്ടാക്ക്. ആ മയിൽ കറങ്ങി തിരിഞ്ഞ് കിടക്കുക. പിന്നെ എങ്ങനെയാന്ന് പറ. ഇല്ല ഇല്ലെന്ന് ഉടക്കിയിരിക്കുന്ന കമ്പയിലോ വലിയ തടിയല്ലോ ഉടക്കിയിരിക്കുന്നത്. ഇവിടുന്ന് നിങ്ങളെ അതൊന്നും ഉടക്കിയിട്ടില്ലെന്ന്. ഇവിടുന്ന് നിങ്ങളൊന്ന് അതിനകത്ത് കയറ്റിയിട്ട് തരാമെങ്കിൽ ഞാൻ അവിടെ നിന്ന് കളിച്ചിടാം. ഇല്ലേക്കാ ഫസ്റ്റ് അത് തിരിഞ്ഞാണിരിക്കുക. ഇങ്ങോട്ട് വളച്ചിങ്ങോട്ട് കൊണ്ടുപോവാ. ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടാക്ക്. അതെടുത്തേ പൊക്കിയെടുക്ക് തണ്ടയില. വലിയ തണ്ടയില ഇങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് എടുക്ക്. കാല് വല്ല ഉളുക്കോ പിടിക്കുകയൊക്കെ ചെയ്യും. കണ്ടോ ഒരു മൈൽ അകലിയ. ആ പണ്ടാരം ചക്ക അങ്ങോട്ട് നീങ്ങിയാലേ ഉള്ളൂ അത് കയറ്റിയിടാൻ പറ്റുള്ളൂ. അല്ലെ ഒരു കമ്പോട് വെച്ച് കെട്ടാം. അതിനകത്ത് ഒരു കമ്പോട് വെച്ച് കെട്ടാം. ഇവിടെ ചക്ക ഇടാനുള്ള പാട് ഒരു രക്ഷയില്ല, നടക്കുന്നില്ല. 3 ചക്ക ഇട്ടു ഗെയ്സ്, 3 ചക്ക ഇട്ടു. ഇന്നത്തെ വിളവെടുപ്പ് അല്ലേ, ഇന്നത്തെ വിളവെടുപ്പ്. നമ്മുടെ വിജേഷ് ഇന്നത്തെ വിളവെടുപ്പ് നമുക്ക് തന്നു. വിളഞ്ഞാണോ അല്ലേ? എടുത്തു എല്ലാം വിളഞ്ഞാണോ? ചേമ്പ് പോയി ഗോവിന്ദ. കറ കണ്ട നൂല് പോലെ. കറ കണ്ട നൂല് പോലെ കറ. എടുത്തു അവിടെ കാണും. എല്ലാം ഇപ്പോഴേ വെട്ടല്ലേ, അകത്തോട്ട് കയറ്റിയിട്ട് വെട്ടു. ഇപ്പല്ലേ പിടിക്കാൻ പാടില്ല. 2-3 ചക്ക കിട്ടി ഗൈസ്, 3 ചക്ക. എല്ലാം പൊക്കളുള്ള ചക്കയാ. ഇവനെ ഈ പയറിനെ നടാനായിട്ട് ഒരു വാരം എടുക്കണം. വറക്കണ്ട, മൂർച്ചയുണ്ട്, വറക്കണ്ട. എന്നാ മൂർച്ച പോവത്, മൂർച്ച പോകൂടെ, നല്ല മൂർച്ചയുള്ളത്. മൂർച്ച പോവും അതിൻ്റെ. അകത്തോട്ടൊന്നും ഇല്ല. പൊക്കളുള്ള ചക്കയാടാ, എല്ലാത്തിനും പൊക്കളുണ്ട്. ഇത്ര നല്ല അടിപൊളി സാധനം. പൊക്കളുള്ള ചക്കയാ, എല്ലാത്തിനും പൊക്കളുള്ള ചക്കയ. മൊത്തം 3 ചക്കയാണ് കിടക്കുന്നത്. ആ 3 ചക്കയും അടിപൊളി ചക്കയാണ്. പൊക്കളുള്ള ചക്ക ഓണറിന് കൊടുക്കണ്ട.
അവർക്ക് വേണ്ട പിന്നെ ഉടമസ്ഥർക്ക് കൊടുക്കണം. നമ്മള് 3 ഇനി 3 ചക്ക ഉണ്ട്. എൻ്റെ ഇഷ്ടത്തിന് ഇട്ടല്ല, അനുവാദം വാങ്ങിച്ചിട്ടാ. അങ്ങനെ 3 ചക്ക ഇപ്പോൾ ഇട്ടു. ഇനി 2 ചക്ക കൂടെ ഇടാം. 3 ചക്ക കൂടെ ഇടാം. വേണ്ട, ഇപ്പം വേണ്ട, ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവന്നാൽ. ഇനി നന്നായിട്ടൊന്ന് മണ്ണ് നനച്ച് കൊടുക്കും. എന്നിട്ട് വേണം ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കും. മണ്ണില്ലെന്ന് ഇവിടെയൊക്കെ കറച്ച് കല്ലും കട്ടയും കോപ്പൊക്കെ. ഇത് കുറച്ച് ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കണം. ഇന്ന് തന്നെ ഒന്നും നടാൻ പറ്റത്തില്ല, ഇത് 4-5 ദിവസം കഴിയും. ഡോളോമൈറ്റ് അല്ല, സ്യൂഡോമോണസ്. അല്ല, ഡോളോമൈറ്റ് നല്ലത്. അതിനകത്ത് നോക്കിയിട്ട് കാര്യം. ഡോളോമൈറ്റ് ഇട്ട് കൊടുത്ത് അതെടുത്താ ഡോളോമൈറ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് ഈ വെള്ളം പൊളിച്ചെടുത്തു. നനച്ച് കഴിഞ്ഞോ? എന്നാ ഇവിടെ പൈപ്പ് അടിച്ചു കേട്ടോ. നല്ല പച്ച കളർ ചെടിയിൽ നല്ല ചുമപ്പ് നിറത്തിലെ ഇല, ഇലയും പൂവായിട്ട് വന്നിരിക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഞാൻ താഴെയും എല്ലാം ഉണ്ട്. അതിനകത്ത് വെച്ച് ആദ്യം പിടിച്ചോണ്ട് ആദ്യം കാണിക്കില്ല കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പയർ നടാനായിട്ട് വന്നേ. ഈ പയർ നടാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ കിളച്ചത്. നല്ല പയറാണ്, നല്ല പച്ചപ്പയറാണ്, നല്ല നീളവും നല്ല മാംസവും വലുപ്പമുള്ള പയറാണ്. ഇത് ഒരു വീട്ടിൽ നിൽക്കുന്ന കണ്ടിട്ട് അതിന് മാറ്റി ഇങ്ങോട്ട് വന്നു. ഈ പയർ ഒരു വീട്ടിൽ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചു അവരെന്ന് വിത്ത് വാങ്ങിച്ചാണ്. ഒരു 10-14 വിത്ത് തന്നായിരുന്നു. അതിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം മുളച്ചിട്ടുണ്ട്. ബാക്കി മുളക്കാനുണ്ട്. 2 ദിവസം ഒരു മുളക്കും. അപ്പോൾ അത് ഒന്ന് വലുതായി സൈസായി വരുമ്പോൾ നമ്മളിപ്പോൾ കിളച്ച ഭാഗത്ത് നടും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നൊരു 3 ചക്ക വിളവെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഞാൻ വീഡിയോ ഇട്ട് ഇവിടെ ആദ്യമേ അതായിരിക്കും 3 ചക്ക. ഇത്രയും പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം പറഞ്ഞുകൊണ്ട് ബൈ 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 ബൈ.